ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത്, അവന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ചൊരിഞ്ഞു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരു പോസ്റ്ററാണ്, ഒരു കാർട്ടൂൺ പോലെയുള്ള ഒന്ന്. അപ്പം അതിൽ ഒരാളിങ്ങനെ നിലവിളിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ കൊന്ന നീചന്മാരെ ദൈവമേ നീ ശിക്ഷിക്കണേ എന്ന്. അപ്പോ ദൈവം വന്ന് പറയാണെന്ത്, ദൈവമോ ദൈവത്തിന്റെ ആളുകളോ വന്ന് പറയാണ്, നിന്റെ മകളെ കൊന്നത് എൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്, ഞാൻ അയച്ചിട്ടുള്ള എൻ്റെ ആളുകളാണ് അവളെ കൊന്നത്, അപ്പൊ അതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ കഴിയൂല എന്നുള്ള നിലക്ക് വിധിവിശ്വാസത്തെ കളിയാക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു നമുക്ക് ചോദ്യമായിട്ട് വന്നത്. ഇതിന് എങ്ങനെ മറുപടി നൽകും എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ സുഹൃത്തുക്കളെ ചോദ്യം എന്താണ് എന്നുള്ളത്. അപ്പോ സത്യത്തില് എന്താണ് ഖദർ, എന്താണ് ഖദറിലുള്ള വിശ്വാസം, ഇത് നമുക്ക് വളരെ ഹ്രസ്വമായിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിധി എന്ന് അർത്ഥം പറയാറുണ്ട്, കണക്ക് എന്ന് പറയും, നിശ്ചയം എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ സംഖ്യ, സങ്കല്പം, ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളും ലഭ്യമാകുന്ന ഒരു അറബി ഭാഷയിലൊരു വാക്കാണ് ഖദർ. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലിക വിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ് ഖദറിലുള്ള വിശ്വാസം. അൽ ഈമാനു ബിൽ ഖദരി, ഖദറിലുള്ള വിശ്വാസം. പരിശുദ്ധ ഖുർആൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുകയും ഇതിൽ വിശ്വസിക്കണമെന്ന് ആവർത്തിച്ച് ഉണർത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 54-ാം അധ്യായത്തിലെ 49-ാമത്തെ സൂക്തം ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും സകലമാന വസ്തുക്കളും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ബിഖദർ, ഒരു വിധി അനുസരിച്ചാകുന്നു, അതല്ല എങ്കിൽ ഒരു കണക്കനുസരിച്ചാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഖദർ എന്നുള്ള കാര്യം എല്ലാ സംഗതികളെ സംബന്ധിച്ചും അള്ളാഹു പറയുകയാണ്. മറ്റൊരായത്തില് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ സുമ്മ ജഅലകും അസ്വാജൻ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമിഹി വമാ യുഅമ്മറു മിൻ മുഅമ്മർ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം, ചാപ്റ്റർ നമ്പർ 35-ലെ 11-ാമത്തെ സൂക്തമാണ് ഈ വചനം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, വല്ലാഹു ഖലഖകും മിൻ തുറാബ്. തീർച്ചയായും സഹോദരങ്ങളെ, അല്ലാഹു തആല നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ് സുമ്മ മിൻ നുത്ഫ, പിന്നീട് നുത്ഫത്തിൽ നിന്ന്, ബീജകണം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറുണ്ട്, അതിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് ബീജകണത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു. സുമ്മ ജഅലകും അസ്വാജ, പിന്നീട്
അള്ളാഹു നിങ്ങളെ ഇണകളാക്കി. എന്നിട്ട് പറയാണ് വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തലഉ ഇല്ലാ ബിഇൽമി. അവന്റെ അഥവാ അള്ളാഹുവിന്റെ അറിവനുസരിച്ചല്ലാതെ ഒരു സ്ത്രീയും ഗർഭിണിയാകുന്നില്ല, ഗർഭം ധരിക്കുന്നില്ല. വലാ തലഉ, പ്രസവിക്കുകയും ചെയ്യുന്നില്ല അള്ളാഹുവിന്റെ അറിവ് കൂടാതെ. എന്നിട്ട് പറയാണ് വമാ യുഅമ്മറു മിൻ മുഅമ്മർ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ്. അതായത് ഒരാൾക്ക് ആയുസ് ദൈർഘ്യമായി കൊടുക്കുന്നു, മറ്റൊരാൾക്ക് ആയുസ് വളരെ കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഇല്ലാ ഫീ കിതാബ്, ഒരു രേഖയിൽ ഉള്ളതല്ലാതെ അതിനനുസരിച്ച് മാത്രമാണെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്ക് ദീർഘായുസ് കൊടുക്കുന്നുവോ, ഏതൊരാൾക്ക് ചുരുങ്ങിയ ജീവിതാവധി നൽകുന്നുവോ, അതൊക്കെ ഒരു വിധിയില്, ഒരു രേഖയിൽ വിധിച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന് ഇതെല്ലാം വളരെ എളുപ്പമുള്ളതാകുന്നു എന്നാണ് ഈ സൂക്തത്തിൽ പറയുന്നത്. അപ്പോ ഈ സൂക്തങ്ങളെ പഠിപ്പിക്കുന്നത് വിധിവിശ്വാസം, ഇസ്ലാമിന്റെ മൗലികമായ വിശ്വാസം എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരായത്തുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലുള്ള ഒരു വചനം. ആ വചനം വളരെ പ്രസക്തമാണ്. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് എന്തൊന്നാകട്ടെ, അത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന അധ്യായത്തിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സൂക്തമാണ്. എന്താ അർത്ഥം? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഭൂമിയിലാകട്ടെ, വലാ ഫി അൻഫുസികും, നിങ്ങളുടെ ദേഹങ്ങളിലാകട്ടെ, എന്തൊന്ന് സംഭവിക്കുകയാണെങ്കിലും ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മിൻ ഖബ്ലി അൻ നബ്റഹാ, ആ സംഗതി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നാം എന്ത് ചെയ്യും? ഇല്ലാ ഫി കിതാബ്, അത് വ്യക്തമായൊരു രേഖയിൽ രേഖപ്പെടുത്താതായിട്ട് ഇല്ല എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില് അതുപോലെ നിങ്ങളുടെ ദേഹങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവോ ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ്, വളരെ മുമ്പ് അള്ളാഹു വ്യക്തമായൊരു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന്റെ മേൽ അത് എളുപ്പമുള്ള കാര്യമാകുന്നു. ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ, പാഴായി പോയതിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണത്. നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ പരിധി വിട്ട് സന്തോഷിക്കാതിരിക്കാൻ, ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയാകുന്നു അത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളും ഏറെ ദുരഭിമാനികളുമായിട്ടുള്ള ഒരൊറ്റ മനുഷ്യരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ 3 സൂക്തങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു. ഇതൊക്കെ വിധിവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാന തത്വങ്ങളാണ്. വിധി, അള്ളാഹുവിലുള്ള വിധി എന്നുള്ളത് എന്താണ്? കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോ ആളുകൾക്ക് കുറെ സംശയങ്ങള്. എന്താ പ്രിയമുള്ള സഹോദരങ്ങളെ, ആളുകളുടെ സംശയങ്ങള് ഒരാള് വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ വഴിതെറ്റാൻ, ലലാലത്തിലാകാൻ കാരണം അള്ളാഹുവിന്റെ വിധിയാണ്. പിന്നെ ഞാൻ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് ഫലമാണ് അതുകൊണ്ടുണ്ടാകുക? അള്ള വിധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എന്താണ് കാര്യം? ഞാൻ എങ്ങനെയാണ് പിന്നെ സ്വർഗാവകാശിയാവുക? അതോടൊപ്പം തന്നെ വേറൊരു സംശയം നിങ്ങൾ കേട്ടോളൂ. ഒരാള് സ്വർഗാവകാശിയാണെന്ന് അള്ളാഹു വിധിച്ചു എന്ന് കരുതുക.
അയാൾ വിചാരിക്കുക ഞാൻ എന്തായാലും സ്വർഗത്തിലാണെന്ന് അള്ളാഹ് വിധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്ത് പാപങ്ങൾ ചെയ്താൽ എന്താ കുഴപ്പം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്ര പാപങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ചില ആളുകൾ ചോദിക്കുന്നത്. സത്യത്തില് വളരെ കൃത്യമായിട്ട് ഇത്തരം ചോദ്യങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന മഹാസൃഷ്ടാവിനെ കുറിച്ച്, ആ സർവശക്തനെ കുറിച്ചുള്ള ശരിയായ ബോധമില്ലാത്തതാണ് ഇങ്ങനെയുള്ള ഈ മനുഷ്യന്റെ വിധിവിശ്വാസത്തിലുള്ള സംശയം അതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മനുഷ്യന്റെ അഹങ്കാരവും അതുപോലെ തന്നെ മനുഷ്യന്റെ ദുർബലതയെ പറ്റി, മനുഷ്യന്റെ കഴിവുകേടുകളെ പറ്റിയിട്ടുള്ള ബോധത്തിന്റെ കുറവ്, അതോടൊപ്പം തന്നെ അഹങ്കാരം, അഹംഭാവം, അതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചുള്ള, ആ ശക്തിയെക്കുറിച്ചുള്ള, അള്ളാഹുവിന്റെ കുദറത്തിനെ കുറിച്ചുള്ള ആ ഒരു ബോധത്തിന്റെ അപര്യാപ്തതയും അല്ലെങ്കിൽ അജ്ഞതയും ജഹാലത്തും, അതുകൊണ്ടാണ് വിധിവിശ്വാസത്തെ ആളുകൾ ഇങ്ങനെ, ചില ആളുകളെങ്കിലും ഇങ്ങനെ ചോദ്യം ചെയ്യുകയും അതിനെ ഒരു തെറ്റായി, ഒരു യുക്തിരഹിതമായി കാണുകയും ചെയ്യാനുള്ള കാരണം. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ നോക്കൂ, ആളുകൾ ചോദിക്കാണ് പരീക്ഷയിൽ തോൽക്കും എന്ന് വിധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിന് പഠിക്കണം, എത്ര പഠിച്ചാലും രാവും പകലും പഠിച്ചാലും പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാണ് ഒരാൾ, അയാൾ വിചാരിക്കാണ് എന്റെ മരണം ഇങ്ങനെയാണ് അള്ളാഹ് വിധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതെന്തൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ. ഒരാൾ വിചാരിക്കാണ് ഒരു രോഗം, ഒരാൾക്ക് രോഗമുണ്ടായി, രോഗിയായ മനുഷ്യൻ പറയാണ് ഞാൻ എത്ര ചികിത്സിച്ചാലും എന്റെ രോഗം ഒരു പക്ഷേ മാറ്റുകയില്ല, ഭേദമാവുകയില്ല എന്ന് ദൈവം വിധിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലോ. ഒരാള് കച്ചവടം ചെയ്യാണ്, പക്ഷേ അയാളോട് പറയാണ് എനിക്ക് ഒരിക്കലും നിനക്ക് ലാഭം കിട്ടുകയില്ല, എത്ര തന്ത്രങ്ങൾ പ്രയോഗിച്ച് കച്ചവടം ചെയ്താലും നിനക്ക് മെച്ചപ്പെടാൻ കഴിയില്ല, ലാഭം കിട്ടുകയില്ല. അങ്ങനെ വിധിച്ചു എന്ന് സങ്കല്പിക്കുക. പിന്നെ അദ്ദേഹം എന്തിന് കച്ചവടം ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഒരാൾ എത്ര പഠിച്ചാലും വിജയിക്കുകയില്ല, മനസ്സിലാവുകയില്ല, എത്ര പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവുകയില്ല എന്നുള്ളൊരു ധാരണ, അത് അള്ളാഹു വിധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പോട്ടെ, വളരെ വ്യക്തമായൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മോഷ്ടാവ് അയാൾ വിചാരിക്കാണ് ഞാൻ മോഷ്ടാവായത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹ് മുമ്പേ വിധിച്ചിട്ടുണ്ട് ഞാൻ കളവ് നടത്തുന്ന ആളാണ്, മോഷ്ടിക്കുന്ന ആളാണ് എന്നുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മദ്യപാനി വിചാരിക്കാണ് ഞാന് മദ്യപാനിയാകുമെന്ന് മുമ്പേ അള്ളാഹു വിധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ എയ്ഡ്സ് ബാധിതനാകുമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ട്, പിന്നെ ഞാനിങ്ങനെ അതിരുവിട്ട ലൈംഗിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ല എങ്കിലും ഞാൻ എയ്ഡ്സ് രോഗിയാകും എന്ന് വിചാരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ഒരാൾ, ലഹരി പദാർത്ഥങ്ങൾക്ക് ഞാൻ വിശദീകരിക്കാം, ആളുകൾക്ക് മനസ്സിലാകാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരാള് വിചാരിക്കാണ് ഇതെന്താണ്, ഞാൻ എത്ര ശ്രമിച്ചാലും ഇതൊന്നും എനിക്ക് മോചനം കിട്ടില്ല, കാരണം അള്ളാന്റെ വിധിയാണെന്ന് അവന് വിശ്വസിക്കുകയാണ്. ഇനി ഇതൊക്കെ പോട്ടെ, നമസ്കരിക്കുന്നല്ലോ ഒരാൾ, അയാൾ വിചാരിക്കാണ് ഞാൻ നമസ്കരിക്കുകയില്ല എന്ന് അള്ളാഹു വിധിച്ചതാകും. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ആളുകളൊക്കെ പള്ളിയിൽ പോകുമ്പോ ഞാനിവിടെ ഉറങ്ങണമെന്ന് അള്ളാഹ് വിധിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ കഴിയോ? അപ്പോ ആ ഒരു ചോദ്യം, ആ ഒരു തോന്നലുണ്ടല്ലോ, ഒക്കെ അള്ളാന്റെ വിധിയാണ് എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ നമസ്കാരം ആകട്ടെ, ലഹരിക്ക് അടിമപ്പെടുകയാകട്ടെ, എയ്ഡ്സ് ഉണ്ടാകുന്നതാകട്ടെ, മദ്യപാനി ആകട്ടെ, മോഷ്ടാവാകട്ടെ, അല്ലെങ്കിൽ കച്ചവടം ചെയ്താൽ ലാഭം ലഭിക്കുകയില്ല, നഷ്ടക്കാരനായിക്കൊണ്ടേ മാറും എന്നൊക്കെയുള്ള വിചാരം പോട്ടെ. നിരന്തരം തെറ്റ് ചെയ്യുന്നത് ഒക്കെ അള്ളാന്റെ വിധിയാണ്. ഞാൻ രാവും പകലും തെറ്റ് ചെയ്യുന്നു, ഇതൊക്കെ അള്ളാന്റെ വിധിയാണ് എന്ന് ഒരാൾ വിചാരിക്കുക. അപ്പൊ ഇത്തരം സംശയങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ,
ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉത്ഭവിക്കുന്ന അറിയങ്ങള്? സ്വന്തം അഹങ്കാരം കൊണ്ടും സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തിനെ കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്തതും കാരണമാണ് സത്യത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ ചെയ്യുന്നത് എന്താ? മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകുക ചെയ്യുന്നത്. മനുഷ്യർക്ക് എല്ലാവരും തീർച്ചയായിട്ടും അള്ളാഹു ഈ ലോകത്ത് എന്ത് നടക്കും എന്നുള്ളത് വിധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നടയെ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് എന്തൊന്ന് സംഭവിക്കുന്നുവോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹു വിധിച്ചിട്ടുണ്ട്, തീർച്ച. പക്ഷേ ഒരാള് മദ്യപാനിയാകുന്നത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൈ കഴുകാൻ കഴിയില്ല. ഒരാൾ മോഷ്ടാവാകുന്നത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൈ കഴുകാൻ കഴിയില്ല. ഒരാൾ എയ്ഡ്സ് രോഗിയാകുന്നത് അയാളുടെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിധി കൊണ്ടാണെന്ന് അയാൾക്ക് കൈ കഴുകാൻ വേണ്ടി കഴിയില്ല. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തുലക്കുന്ന ഒരു മനുഷ്യന് തന്റെ സൃഷ്ടാവായ അള്ളാഹു തന്നെ ലഹരി പദാർത്ഥത്തിന് അടിമയാണെന്ന് വിധിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം കുളം തോണ്ടിയത് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ബാങ്കുലി മുഴക്കപ്പെടുമ്പോ ആ പള്ളികളിലേക്ക് പോകാതെ നമസ്കാരം നിർവഹിക്കാതെ നമസ്കാരം പാഴാക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്ന അലസനായി ജീവിക്കുന്ന മനുഷ്യൻ അവന് വിചാരിക്കാണ് ഇതൊക്കെ അള്ളാന്റെ വിധി കൊണ്ടാണ് ഞാൻ നമസ്കരിക്കാൻ പോകാത്തത്, സുജൂദ് ചെയ്യാത്തത്, റുക്കൂ ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ഇതെന്താണ് സത്യത്തില്? അല്ലാഹു തആല മുമ്പ് വിധിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ. 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 3-ാമത്തെ സൂക്തം. തീർച്ചയായും നാം അവന് വ്യക്തമായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സബീൽ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ. അങ്ങനെ അവൻ ഒന്നുകിൽ നന്ദി കാണിക്കുന്നവനോ അല്ല എങ്കിൽ നന്ദി കെട്ടവനോ ആയിത്തീരും എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആലയുടെ ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും നരകാവകാശികളാക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിധി അങ്ങനെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ആ രണ്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകാനുള്ള മാർഗങ്ങൾ അവന്റെ മുമ്പിൽ വ്യക്തമായി വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം, ഏത് തെരഞ്ഞെടുക്കണം, ഏതനുസരിച്ച് മുന്നോട്ട് പോകണം, അത് ഖുർആൻ ഈ 76-ാം അധ്യായത്തിലെ 3-ാമത്തെ സൂക്തത്തിൽ വ്യക്തമാക്കുന്നു. ഇതുപോലെ 91-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അവന്റെ ആ ആത്മാവിന്, ഏതൊരു മനസ്സിനും എന്ത് ചെയ്യുന്നു, അതിന്റെ സൂക്ഷ്മതാബോധവും അതിന്റെ തിന്മയെക്കുറിച്ചുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ഫഅൽഹമഹാ, ബോധോദയം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വഹദൈനാഹുൻ നജ്ദൈൻ 90-ാം അധ്യായത്തിലെ 10-ാമത്തെ സൂക്തം. അവർക്ക് 2 വഴികൾ നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട നിങ്ങൾ, സത്യത്തിന്റെ പാത, അസത്യത്തിന്റെ പാത, നരകത്തിന്റെ വഴി, സ്വർഗത്തിന്റെ വഴി. ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, അതല്ലെങ്കിൽ നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ഈ 2 വഴികളുണ്ട് മനുഷ്യന്റെ മുമ്പിൽ. അത് ഏത് എടുക്കണം, ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ മുമ്പിലുണ്ട്. അള്ളാഹു 17-ാം അധ്യായത്തിലെ 15-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്, മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂക്തമാണ്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം, പരിശുദ്ധ സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന അധ്യായത്തിലെ 15-ാമത്തെ വചനമാണ്. പ്രിയമുള്ളവരെ, എന്താ പറയുന്നത്? അള്ളാഹു പറയാണ്, മനിഹ്തദാ, ആരെങ്കിലും സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, നേർമാർഗം സ്വീകരിച്ചാൽ, സ്വന്തം ഗുണത്തിന് തന്നെയാണ് അവന് അത് സ്വീകരിക്കുന്നത്. ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവന്റെ നഫ്സിന് വേണ്ടി തന്നെയാണ്, സ്വന്തം നന്മക്ക് വേണ്ടി തന്നെയാണ് ആ മാർഗം സ്വീകരിക്കുന്നത്. വമൻ ളല്ല, ഇനി ആരെങ്കിലും ദുർമാർഗം പ്രാപിച്ചാലോ,
ദുർമാർഗമാണ് ഒരാൾ സ്വീകരിക്കുന്നത് എങ്കിലോ മദ്യപാനം സ്വീകരിക്കാണ്, മോഷണം എന്നുള്ള പ്രവൃത്തി സ്വീകരിക്കാണ്, അതിരുവിട്ട ലൈംഗിക പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ സ്വീകരിക്കുക. അതെന്താണ്? വമല്ലല്ല ഫഇന്നമാ യളില്ലു അലൈഹാ. വല്ലവനും വഴിപിഴച്ചു പോകുന്ന പക്ഷം തനിക്ക് ദോഷത്തിനായി തന്നെയാണ് അവൻ വഴിപിഴച്ചു പോകുന്നത്. അള്ളാഹു പറയാം, വലാ തസിറു വാസിറത്തും വിസറ ഉഖ്റാ. പാപഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. മറ്റൊരാളുടെ പാപഭാരം, സഹോദരങ്ങളെ, ഒരു റസൂലിനെ അയക്കുന്നത് വരെ ഒരു സമൂഹത്തെയും അല്ലെങ്കിൽ ഒരാളെയും അല്ലാഹു തആല അദാബ് ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂക്തത്തിൽ നിന്നൊക്കെ വ്യക്തമാണ്, ഒരാൾ തെറ്റുകാരനാകാനും ഒരാൾ നന്മ ചെയ്യുന്നവനാകാനും അയാളുടെ മുമ്പിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവന് വിനിയോഗിക്കണം. നിങ്ങൾ നോക്കൂ, ഇവിടെ അള്ളാഹുവിന്റെ വിധിയാണിത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇതേ സംശയം വളരെ മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ മുമ്പ് ഇത്തരം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ ഹദീസുകളിൽ നിന്ന് അതെ ഉദ്ധരിക്കാം. എന്താണെന്നറിയങ്ങള്, മഹാനായ ഇബ്നു ദൈലമി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു. എന്താ ചോദിക്കുന്ന അറിയങ്ങള്? ഖദ് വഖഅ ഫീ നഫ്സി ഷൈഉൻ മിനൽ ഖദർ. ഈ ഖദറിനെ സംബന്ധിച്ച്, വിധിയെ പറ്റിയിട്ട് എനിക്ക് ചില സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫഹദ്ദിസ്നി ലഅല്ലല്ലാഹ അൻ യുദ്ഹിബഹു മിൻ ഖൽബി. എന്നോട് താങ്കൾ ഒന്ന് വിശദീകരിക്കണം, ഒന്ന് പറഞ്ഞു തരണം, എന്റെ മനസ്സിൽ നിന്ന് ആ സംശയങ്ങൾ നീങ്ങിപ്പോയാലോ എന്ന്. വിധിയെ സംബന്ധിച്ച് സച്ചരിതരായിട്ടുള്ള മഹത്തുക്കളായ ആ സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ താബീങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സംശയങ്ങൾ ഉണ്ട് എന്നായി പറയുന്നത്. എന്നിട്ട് അതിനുള്ള മറുപടി നിങ്ങൾ നോക്കൂ. അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? ഫഖാല, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, ലൗ അന്നല്ലാഹ അസ്സ വജൽ, അല്ലാഹു അവന്റെ, അദ്ദേഹം പറയാണ്, അല്ലാഹു അവന്റെ ആകാശത്തും അവന്റെ ഭൂമിയിലുമുള്ളവരെ ഒന്നാകെ ശിക്ഷിച്ചു വന്നിരിക്കട്ടെ, എല്ലാവരെയും ശിക്ഷിച്ചു എന്ന് കരുതുക, ആ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക, എങ്കിലോ അവരോട് അനീതി കാണിച്ചുകൊണ്ടായിരിക്കുകയില്ല അവൻ അവരെ ശിക്ഷിച്ചിരിക്കുക. മനസ്സിലാക്കണം, 1000 ആളുകൾ നരകത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ ആ നരകവാസി 1000 ആളുകൾ നരകത്തിൽ പോയത് എങ്ങനെയാ? അള്ളാഹു അവരോട് അനീതി കാണിച്ചിട്ടുള്ള അല്ല. അപ്പോ ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് ഞാൻ മോഷ്ടാവായത്, ഞാൻ മദ്യപാനിയായത്, ഞാൻ എയ്ഡ്സ് രോഗിയായത് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം? അള്ളാഹു അവരോട് അനീതി കാണിച്ചത് കൊണ്ടല്ല അവൻ മോഷ്ടാവായത്, അള്ളാഹു മറ്റേ മനുഷ്യനോട് അനീതി കാണിച്ചത് കൊണ്ടല്ല അദ്ദേഹം മദ്യപാനിയായത്, അള്ളാഹു അനീതി കാണിച്ചത് കൊണ്ടല്ല വേറെ ഒരാൾ എയ്ഡ്സ് രോഗിയായത് എന്ന് മനസ്സിലാക്കുക. മറിച്ച് എന്താണ്? ശരിക്കും മനസ്സിലായിക്കോളൂ, അവരോട് അനീതി കാണിച്ചുകൊണ്ടായിരിക്കില്ല അവൻ അവരെ ശിക്ഷിച്ചിരിക്കുക. അവരോടവൻ കരുണ കാണിക്കുന്ന പക്ഷം, ഒരു വിഭാഗം ആളുകളോട് അള്ളാഹു കരുണ കാണിച്ചു, എന്നാലോ അവരുടെ കർമ്മങ്ങളെക്കാൾ എത്രയോ മഹത്തരമായിരിക്കും അവന്റെ കാരുണ്യം. അതായത് കുറെ ആളുകൾക്ക് സൗഭാഗ്യം കിട്ടി, സ്വർഗപ്രവേശനം കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോ ആ ആളുകളുടെ പ്രവർത്തനങ്ങൾ, നന്മകൾ, ആ നന്മകൾക്ക് സമമായതല്ല സത്യത്തിൽ അവർക്ക് കിട്ടുന്നത്. ആ സ്വർഗപ്രവേശനം സമമായതല്ല, അതുകൊണ്ടല്ല സ്വർഗം കിട്ടുന്നത്. മറിച്ച് അതിനേക്കാൾ വലിയ അള്ളാഹുവിന്റെ കാരുണ്യം അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കരുണ, റഹ്മത്ത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനിയോ, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടെന്നറിയങ്ങള്, അദ്ദേഹം പറയുന്നത്, വലൗ അൻഫഖ്ത മിസ്ല ഉഹദിൻ ദഹബൻ ഫീ സബീലില്ലാഹ് മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. കണ്ടോ എന്താ പറയുന്നത്? താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും വിധിയിൽ വിശ്വസിക്കുകയും താങ്കളെ ബാധിച്ചതൊന്നും, ശ്രദ്ധിക്കണം, ഉഹുദ് മലയോളം എന്ന് പറഞ്ഞാല് വലിയ തോതിൽ താങ്കൾ
വലിയ വിലപിടിപ്പുള്ള സ്വർണം വസ്തുവിനെ അത് ധർമ്മം ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ മനസ്സിലായിക്കോളൂ. വതഅലമ അന്നമാ അസ്വാബക്, ഇതിൽ പറയാ, ഹദീസിൽ പറയാണ്, താങ്കളെ ബാധിച്ചതൊന്നും താങ്കളെ ബാധിക്കാതെ പോകുമായിരുന്നില്ലെന്നും താങ്കളെ ബാധിക്കാതെ പോയതൊന്നും താങ്കളെ ബാധിക്കുമായിരുന്നില്ലെന്നും താങ്കൾ അറിയുകയും ചെയ്യുന്നത് വരെ അത് അള്ളാഹു താങ്കളുടെ പക്കൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. അതാ പറയുന്നത്, മാ ഖബിലഹുല്ലാഹു മിൻക, താങ്കളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്ത് വേണം? താങ്കൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? അതായത് താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും വിധിയിൽ വിശ്വസിക്കുകയും താങ്കളെ ബാധിച്ചതൊന്നും താങ്കളെ ബാധിക്കാതെ പോകുമായിരുന്നില്ലെന്നും, എന്തൊക്കെ ബാധിച്ചിട്ടുണ്ടോ അതൊക്കെ ബാധിക്കുക തന്നെ ചെയ്യുമെന്നും, ഇനിയോ ബാധിക്കാതെ പോയതൊന്നും താങ്കളെ ബാധിക്കുമായിരുന്നില്ലെന്നും. എന്തെങ്കിലും ബാധിക്കാതെ പോയി, നമുക്ക് കിട്ടാതെ പോയി എന്ന് വിചാരിക്കുക, നമുക്ക് ആ ഒരു വിഷമുണ്ടായില്ല എങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെന്ന് മനസ്സിലാക്കണം, അതൊരിക്കലും തന്നെ ബാധിക്കുമായിരുന്നില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്നത് വരെ അള്ളാഹു താങ്കളിൽ നിന്ന് ആ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിൽ ഈ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. ഈ ഒരു നന്മ നിനക്ക് ബാധിച്ചാൽ അത് അല്ലാഹുവിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, ഒരു തിന്മ ബാധിച്ചാലോ അത് നിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോ പിന്നെ അള്ളാന്റെ പ്രവർത്തനം കൊണ്ടല്ല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരാൾ മദ്യപാനിയാകുന്നത്, ഒരാൾ മോഷ്ടാവാകുന്നത്, ഒരാൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നത്, ഒരാൾ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത്, ഒരാൾ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നത്, ഒരാൾ പരീക്ഷയിൽ പഠിച്ചിട്ട് ജയിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മറിച്ച് അത് അവനവന്റെ കുഴപ്പം തന്നെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിധിവിശ്വാസത്തെ കളിയാക്കാനോ ഒന്നും തന്നെ പാടില്ല. മൗലികമായ വിശ്വാസമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഇതിനെ എതിർത്തു. മക്കയിലെ മുശ്രിക്കുകൾ, പരിശുദ്ധ ഖുർആൻ 43-ാം അധ്യായത്തിൽ 20-ാമത്തെ സൂക്തം, ചാപ്റ്റർ നമ്പർ 43, അതിലെ 20-ാമത്തെ വചനം, വഖാലൂ ലൗ ശാഅ റഹ്മാനു മാ അബദ്നാഹും മാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. വിശുദ്ധ ഖുർആൻ പറയാ, വഖാലൂ, അവർ പറഞ്ഞു, ലൗ ശാഅ റഹ്മാൻ, പരമകാരുണികനായിട്ടുള്ള അല്ലാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ, മാ അബദ്നാഹും, ഞങ്ങൾ അവരെ ആരാധിക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ അവര് ഈ ഓരോ വസ്തുക്കളെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവക്ക് എല്ലാ ആരാധനകളൊക്കെ സമർപ്പിച്ചിട്ട് കൊണ്ട് പറയാണ്, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവയെ ആരാധിക്കുമായിരുന്നില്ല എന്നുള്ളത്. എന്നിട്ടോ മാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അള്ളാഹു അവരെ കുറിച്ച് വളരെ വ്യക്തമായി പറയാണ്. എന്താ പറയുന്നത്? അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ല. മാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അവര് വെറുതെ ഊഹാപോഹം പറയാണ്, ഊഹിച്ച് പറയാണ്. അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവര് ഈ വിധിവിശ്വാസത്തെ എതിർത്തിരുന്ന ഇത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു ആയത്തിൽ പറയുന്ന 16-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനം, വഖാലല്ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അബദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ നഹ്നു വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ഷൈ കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഗുൽ മുബീൻ. സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ ചാപ്റ്ററിലെ 35-ാമത്തെ വചനമാണ്. വളരെ പ്രസക്തമായ ഒരു വചനമാണ് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇതിലെ 35-ാമത്തെ വചനം എന്താ പറയുക? വഖാലല്ലദീന അശ്റകൂ, ശിർക്ക് വെച്ചിരുന്ന ആളുകൾ പറയാണ്, ലൗ ശാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ അബദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ,
അള്ളാഹുവിന് പുറമെ യാതൊന്നിനെയും, സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ യാതൊന്നിനെയും ഞങ്ങൾ ആരാധിക്കുമായിരുന്നില്ല. എന്നിട്ട് പറയാണ്, ആരൊക്കെ? ഞങ്ങൾ മാത്രമാണോ? അല്ല. നഹ്നു വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ശൈഅ. ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ അവന് പുറമേ, അഥവാ അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കുമായിരുന്നില്ല. എന്നിട്ടോ അവന്റെ കൽപ്പന കൂടാതെ ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുകയും ചെയ്യില്ലായിരുന്നു. വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ശൈഅ കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹു പറയാം, ഇപ്രകാരം തന്നെയാണ് അവർക്ക് മുമ്പുള്ളവരും ചെയ്തിട്ടുള്ളത്, ചെയ്തു പോകുന്നത്. എന്നാൽ ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഗുൽ മുബീൻ. ദൈവദൂതന്മാരുടെ മേൽ വളരെ വ്യക്തമായിട്ടുള്ള പ്രബോധനമല്ലാതെ, ദഅവത്തല്ലാതെ വേറെ ഒരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം അവര് അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ല, അള്ളാഹുവിന്റെ വിധിയുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ വിധി എന്നുള്ളത് കൊണ്ടാണ് അവര് വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അവരുടെ മുമ്പിൽ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതിലവരെന്താ തെരഞ്ഞെടുത്തത്? അവരല്ലാനെ ആരാധിക്കാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ എന്ത് ചെയ്തു? വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം കൂടെ, പിന്നെ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു വചനം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും, ഒന്നുകൂടെ വ്യക്തമാകും. അതായത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 4949 നമ്പറും, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ 2647 നമ്പറുമായിട്ട് ഉദ്ധരിക്കുന്ന വചനം, അൻ അലി റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ ഫഅഖദ ശൈഅൻ ഫജഅല യൻകുതു ബിഹിൽ അർദ് ഫഖാല മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൻ നാർ വമഖഅദുഹു മിനൽ ജന്ന. ഖാലൂ യാ റസൂലല്ലാഹ് അഫലാ നത്തഖിലു അലാ കിതാബിനാ വനദഉൽ അമൽ. ഖാല യഅമലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹു അമ്മാ മൻ കാന മിൻ അഹ്ലിസ് സഅദ ഫയുയസ്സറു ലിഅമലി അഹ്ലിസ് സഅദ വഅമ്മാ മൻ കാന മിൻ അഹ്ലിശ് ശഖാഇ ഫയുയസ്സറു ലിഅമലി അഹ്ലിശ് ശഖാവ. ثم قرأ فأما من أعطى واتقى وصدق بالحسنى. സൂറ അൽ-ലൈൽ റഖ്മുൽ ആയ 6 ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച വചനമാണ്. സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ അർത്ഥം കൂടെ പറയുമ്പോൾ ഈ വിധിവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ, അതായത് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വിധിവിശ്വാസം, അത് പിന്നെ അതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടാകുന്നതിന് വേണ്ടി ആ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമുള്ള പോസ്റ്ററുകളും ചോദ്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലഭ്യമാകും. അതായത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഫഅഖദ ശൈഅൻ ഫജഅല യൻകുതു ബിഹിൽ അർദ്. അപ്പൊ ആ കബറിടത്തിനരികെ ഈ ജനാസ മറവ് ചെയ്യുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പ്രവാചകൻ ഇങ്ങനെ ഒരു ചെറിയൊരു മരത്തിന്റെ കഷ്ണം, ഒരു കൊമ്പെടുത്ത് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ പിന്നെ തോണ്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ, അങ്ങനെ പിന്നെ മണ്ണിനെ ഒരു വര ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൻ നാർ വമഖഅദുഹു മിനൽ ജന്ന. നിങ്ങളിൽ ഒരാളുമില്ല, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാളും ഇല്ല. എങ്ങനെയല്ലാതെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ലാ വഖദ് കുതിബ, അവന്റെ രേഖപ്പെടുത്തപ്പെടാതെ, എന്ത്? മഖഅദുഹു, അവന്റെ സ്ഥാനം സ്വർഗത്തിലെന്നോ നരകത്തിലെന്നോ രേഖപ്പെടുത്തപ്പെടാതെ ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് നബി പറയാൻ.
കാലൂ യാ റസൂലല്ലാ, അപ്പോ ആ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അഫലാൻ എത്തക്കിലു അലാ കിതാബിന, ഞങ്ങളുടെ ആ വിധി, ആ രേഖ, അതിനെ ഞങ്ങൾ അവലംബിക്കട്ടെ. വനദഉൽ അമൽ, ഞങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അവസാനിപ്പിക്കട്ടെ എന്ന് ആ സ്വഹാബത്ത് ചോദിച്ചു എന്നുള്ളതാ. കേട്ടില്ലേ സുഹൃത്തുക്കളെ? എന്താണ് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ ചോദിക്കുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താ ചോദിക്കുന്നത്? ഖാലൂ യാ റസൂലല്ലാഹ്, ഒന്നുകൂടെ മനസ്സിലാക്കുക. എന്താ ചോദിക്കുന്നത്? മാ മിൻകും മിൻ അഹദിൻ, അവര് ചോദിക്കാണ്, പിന്നെ റസൂൽ കരീം ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും നരകമെന്നോ സ്വർഗമെന്നോ രേഖപ്പെടുത്തപ്പെടാതെ ആരുമില്ല എന്ന് ചോദിക്കാൻ. സ്വർഗമെന്നോ നരകമെന്നോ ഇല്ലാതെ രേഖപ്പെടുത്തപ്പെടാതെ ആരുമില്ല. കാലു, ആ സന്ദർഭത്തിൽ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതരെ, അഫലാ നത്തക്കിലു അലാ കിതാബിന, പ്രവാചകനെ, ഞങ്ങൾ ഞങ്ങളുടെ ഈ വിധിയെ അവലംബിക്കട്ടെ. വനദഉൽ അമൽ, ഞങ്ങൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കട്ടെ. കാല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത്? ഇപ്പൊ ആളുകളുടെ സംശയം ഉണ്ടല്ലോ, ഞങ്ങള് ഇപ്പം പിന്നെ ഒരാള് നരകവാസിയാണെന്ന് വിധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അയാൾ ഇനി എന്തിനാ കർമ്മങ്ങൾ ചെയ്യുന്നത്? അള്ള വിധിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാണ്. അല്ലെങ്കിൽ ഒരാൾ സ്വർഗാവകാശിയാണെന്ന് വിധിച്ചിട്ടുണ്ട്, അപ്പൊ അയാൾ എന്തായാലും സ്വർഗത്തിൽ പോകുക, അപ്പൊ ഇനി എന്താ കുറെ തെറ്റുകൾ ചെയ്യാം, എന്തായാലും സ്വർഗത്തിൽ പോകുമല്ലോ എന്നുള്ള ആ വിധിയെ അവലംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ റസൂൽ കരീം പറഞ്ഞു? യഅമലൂ, ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹു, ഒരാൾ എന്തിനു വേണ്ടി ഒന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അതിലേക്ക് അവന് എളുപ്പമാക്കപ്പെടും എന്നാണ്. ഓരോ ജീവിക്കും എന്തിനാണോ അത് സൃഷ്ടിക്കപ്പെട്ടത് അതിന്, അതിന്റെ കാര്യത്തിന് വേണ്ടി അതിന് എളുപ്പമാക്കി കൊടുക്കപ്പെടും എന്നുള്ളതാണ്. അമ്മാമൻ കാന മിൻ അഹ്ലിസ് സആദ ഫയുയസ്സറു ലിഅമലി അഹ്ലിസ് സആദ, ഒരാൾ സൗഭാഗ്യവാനാകാൻ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അവന് ആ സൗഭാഗ്യവാനാവാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കപ്പെടും. അമ്മാമൻ കാന മിൻ അഹ്ലിശ് ശഖാഇ, ഒരാൾ ദൗർഭാഗ്യവാനാകാനാണ് വിധിക്കപ്പെട്ടതെങ്കിൽ ഫയുയസ്സറു ലിഅമലി അഹ്ലിശ് ശഖാവ, അയാൾക്ക് ആ ദുർമാർഗത്തിലേക്ക്, ആ ഒരു ദൗർഭാഗ്യവാനായി തീരാനുള്ള കർമ്മങ്ങൾക്ക് എളുപ്പമാക്കപ്പെടുമെന്നാണ്. സുമ്മ ഖറഅ, പിന്നീട് പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ സൂക്തം ഓതി. എന്താണ് സൂക്തം പ്രിയമുള്ളവരെ? 92-ാം അധ്യായത്തിലെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഫഅമ്മാമൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. എന്നാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരാൾ നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും, ഏതൊരാൾ നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന് ഏറ്റവും നല്ലതിലേക്ക് അവന് എളുപ്പമാക്കി കൊടുക്കപ്പെടും. വഅമ്മാമൻ ബഖില വസ്തഗ്ന, ഒരാള് നൽകാതെ പിശുക്ക് കാണിക്കാണ്, വസ്തഗ്ന സ്വയം പര്യാപ്തത നടിക്കാൻ, വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്തു, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അവൻ ഏറ്റവും പ്രയാസകരമായതിലേക്ക് അവന് എളുപ്പമാക്കി കൊടുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹു നമുക്ക് വിധിച്ചതെന്ന് അറിയൂല. സ്വർഗമാണെന്നോ നരകമാണെന്നോ പിന്നെ വിധിച്ച് നമുക്കറിയൂല. പരീക്ഷയിൽ ജയിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയമല്ല. അതുപോലെ തന്നെ കച്ചവടത്തിൽ ലാഭം കിട്ടുമോ നഷ്ടം സംഭവിക്കുമോ എന്ന് നമുക്ക് പിന്നെ മുൻകൂട്ടി അറിയൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലതും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ നല്ലത് സ്വീകരിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് നല്ലത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടത്. അള്ളാഹു ഒരാളെയും നിർബന്ധിപ്പിച്ചിട്ട് അയാളെ നരകാവകാശിയാക്കുന്നില്ല. അള്ളാഹു ആരെയും നിർബന്ധിപ്പിച്ച് സ്വർഗാവകാശിയാക്കുന്നില്ല. അള്ളാഹു ആരെയും നിർബന്ധിപ്പിച്ച് മദ്യപാനിയാക്കുന്നില്ല. ആരെയും നിർബന്ധിപ്പിച്ച് ഏതൊരാളെയും ലഹരി പദാർത്ഥത്തിന് അടിമയാക്കുന്നില്ല. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതിക്കൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 18-ാം അധ്യായത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുകയുണ്ടായി. അതെന്താണ്?
ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയക്ഫുർ എന്ന് പറയണ്ടായി. ഉദ്ദേശിക്കുന്നവൻ അള്ളാഹുവിൽ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കാത്തവനോ അവൻ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കട്ടെ. ഖുർആനിലെ 18-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനമാണ്. ഇതാണ്, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുവാനും, നല്ലത് ചെയ്യാനും തെറ്റ് ചെയ്യാനും. പക്ഷേ നല്ലത് ചെയ്താൽ ഇന്നത് കിട്ടും, തെറ്റ് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, വിധി വിശ്വാസം എന്നുള്ളത് പിന്നെ ഞാന് വഴി തെറ്റിപ്പോകാനാണ് അള്ളാഹുവിന്റെ വിധിയെങ്കിൽ ഞാൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, ഞാന് സ്വർഗാവകാശിയാകാനാണ്, ജന്നത്തിന്റെ അഹലുകാരനാകാനാണ് അള്ളാഹു വിധിച്ചത് എങ്കിൽ ഇനി ഒരുപാട് പാപങ്ങൾ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് നല്ലത് സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അതാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ. അത് നന്നാക്കുന്നതിന് അനുസരിച്ചായിരിക്കും. അള്ളാഹു താല ആരെയും നിർബന്ധിച്ച് സന്മാർഗത്തിലോ അള്ളാഹു ആരെയെങ്കിലും നിർബന്ധിപ്പിച്ച് ദുർമാർഗത്തിലോ ആക്കുകയില്ല. ഓരോരുത്തർക്കും താൻ ആഭിമുഖ്യം കാണിക്കുന്ന ഏതിലേക്കാണോ ചായ്വ് കാണിക്കുന്നത് അതിലേക്ക് അവരെ നയിക്കുക, അതിലേക്ക് ഒരാക്കം ചെയ്യുക എന്ന് മാത്രമാണ് പരിശുദ്ധ ഖുർആനിലെ ഈ പാഠങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ വിവേചന ശക്തി, ഈ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഓരോ ആളുകളും ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.